ഈ മണിയെ നമുക്ക് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരാൻ കഴിയും ഒരു സാധാരണപ്പെട്ട മനുഷ്യൻ. 2019 വട്ടപൂജ്യത്തിലെത്തിയ ഞാൻ ഇപ്പൊ ലക്ഷങ്ങൾ എൻ്റെ ബാങ്കിലുണ്ടെങ്കിൽ ഞാൻ അത് അട്രാക്ട് ചെയ്തെടുത്ത് തന്നെ ഒരാളും എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 4 സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ ഇത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഈ 4 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് നമ്മിലേക്ക് വരാൻ തുടങ്ങും. കാരണം എന്താണ്? എനർജി, ഫ്രീക്വൻസി, വൈബ്രേഷൻ. മണി എന്ന് പറയുന്നത് ഒരു ഖരവസ്തുവല്ല. യു അട്രാക്ട് വാട്ട് യു ആർ. നിങ്ങൾ എന്താണോ അതാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. ഈ തരംഗങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫ്രീക്വൻസി അല്ലാത്തത് കൊണ്ടാണ് പൈസ വരാത്തത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിലേക്ക് എത്തിച്ചേർക്കാൻ അല്ലെങ്കിൽ എത്തിച്ചേരാൻ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു വ്യക്തി ഒന്നും ചെയ്തില്ലെങ്കിലും ഇതിൽ കാര്യങ്ങൾ നടക്കാനുള്ള വേറൊരു സംഭവം കൂടി ഇതിനകത്തുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ബിനോയ് ജോൺ സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ. നമ്മൾ ഒരുപാട് വിഷയങ്ങൾ നേരത്തെ സംസാരിച്ചിരുന്നു. ഏഞ്ചൽ ഹീലിംഗ് ആണെങ്കിലും സാർ എഴുതിയ പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും സാർ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ് മണി മാനിഫെസ്റ്റേഷൻ. യഥാർത്ഥത്തിൽ ഈ മണിയെ നമുക്ക് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരാൻ കഴിയും ഒരു സാധാരണപ്പെട്ട മനുഷ്യൻ? സാധാരണപ്പെട്ട മനുഷ്യന് സാധിക്കുമെന്ന് ചോദിച്ചാൽ അത്ര എളുപ്പമല്ല. കാരണം എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. എല്ലാവരുടെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകളുടെ ആഗ്രഹം പൈസ ഉണ്ടാക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ്. പക്ഷെ ആർക്കും കഴിയുന്നില്ല. അതെ അതെ. അതെന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണഗതിയിൽ ജനിക്കുന്ന ഒരു കുട്ടി ഒരു 7-8 വയസ്സ് വരെ ഡെൽറ്റ ലെവലിലാണ് അവൻ്റെ ബ്രെയിൻ വേവ്സ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു യോഗിക് ലെവലാണത്. നമ്മൾ കൊച്ചുകുട്ടികളെ മാലാഖമാരാന്ന് പറയുന്നത് അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ആ ഒരു തലത്തിലാണ് അവർ നിൽക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഡെൽറ്റ ലെവലിൽ നിന്ന് മാറിയിട്ട് ഒരു 7 മുതൽ 14 വയസ്സ് വരെ ആകുമ്പോഴേക്കും ഇവർ പതുക്കെ അവരുടെ ബ്രെയിൻ്റെ ഫ്രീക്വൻസി കൂടുകയാണ്. തീറ്റ ലെവലിലേക്കായി. തീറ്റ ലെവലിൽ നിന്ന് പിന്നെ വീണ്ടും കൗമാരം കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും കൂടിയിട്ട് ബീറ്റ ലെവലിലേക്ക് മാറും ഇവർ. അപ്പോൾ ഈ ഓരോ ഫ്രീക്വൻസിയുടെ സഞ്ചാരത്തിനുള്ളിലാണ് മനുഷ്യൻ ഒരു 20 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഹയർ ബീറ്റ ലെവലിലാണ്. ശരിക്കും നമ്മളൊരു ആൽഫ ലെവൽ, ബീറ്റയ്ക്ക് താഴെ ആൽഫ ലെവലെങ്കിലും പിടിച്ചാൽ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. പക്ഷേ എന്തുകൊണ്ടോ മനുഷ്യൻ്റെ ബ്രെയിൻ 15 വയസ്സോടുകൂടി അത് വളർച്ച തീർന്നു കഴിഞ്ഞാൽ പിന്നെ ബീറ്റ ലെവലിലും ഹയർ ബീറ്റ ലെവലിലുമാണ് പോവുക. അതായത് ഒരു 14 സൈക്കിൾ പെർ സെക്കൻഡിനും അതിനു മേലെയും ആണ് പോകുന്നത്. ഇങ്ങനെ നിൽക്കുന്ന ബോധാവസ്ഥയിലുള്ള അല്ലെങ്കിൽ ഫ്രീക്വൻസിയിലുള്ള ആവൃത്തിയിലുള്ള ഒരു മസ്തിഷ്കം ആണ് സാധാരണ മനുഷ്യർക്കുള്ളത്. ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് അഫർമേഷൻ ചെയ്താലും അത് യൂണിവേഴ്സിലേക്ക് ആ മെസ്സേജ് പാസ് ചെയ്യപ്പെടുന്നില്ല. ഇതാണ് വാസ്തവം. ഇത് വളരെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. സിൽവ മൈൻഡ് കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്ന വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഹോസെ സിൽവ, അദ്ദേഹത്തിൻ്റെ സിൽവ മൈൻഡ് കൺട്രോൾ സിസ്റ്റം, അത് പഠിപ്പിക്കാനായിട്ടുള്ള ഇൻസ്ട്രക്ടർ എന്നുള്ള നിലയ്ക്കുള്ള സർട്ടിഫൈഡ് ഇൻസ്ട്രക്ടറാണ് ഞാൻ. അതിൽ കൃത്യമായിട്ട് അദ്ദേഹം 1970s ഹിപ്നോട്ടിസവുമായി ബന്ധപ്പെട്ട സാധനമാണ്. ഹിപ്നോട്ടിസമായിട്ട് ബന്ധമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിപ്നോട്ടിക് ട്രാൻസിലേക്ക് സജസ്റ്റബിലിറ്റി നന്നായിട്ടുള്ള ഒരാൾ പോവുകയാണെങ്കിൽ തീറ്റ ലെവല്, ചിലപ്പോൾ ഡെൽറ്റ ലെവൽ വരെ പോകുന്നവർ വളരെ റെയർ ആയിട്ടുണ്ട്. ഡീപ്പ് ലെവൽ ട്രാൻസ് ആണ്. എന്താണ് സംഭവിക്കുന്നതെന്നൊരു ബോധം, സ്ഥലകാല ബോധം പോലും ഇല്ലാത്തൊരവസ്ഥയാണ് ഏറ്റവും ഡീപ്പ് ലെവലിലേക്ക്. അതേസമയം സാധാരണഗതിയിൽ ഹിപ്നോട്ടിസം ലെവലിൽ പോകുമ്പോൾ ഒരു ആൽഫ ലെവലിലേക്ക് പോകുന്നുള്ളൂ. അതായത് ഈ ബീറ്റയിൽ തൊട്ട് താഴെ 14 താഴോട്ട് 13, 12, 11, 10 വരെയൊക്കെ പോകാറുള്ളൂ. ചിലർ 7 വരെയൊക്കെ പോകും. 7 തുടങ്ങി 14 വരെയുള്ളതാണ് ആൽഫ തരംഗങ്ങൾ എന്ന് പറയുന്നത്. ഈ ആൽഫ തരംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ബ്രെയിനിൽ നമ്മൾ അഫർമേഷൻ കൊടുത്താൽ മാത്രമാണ് അത് സബ് കോൺഷ്യസ് മൈൻഡിൽ ഇംപ്രിൻ്റ് ആവുകയുള്ളൂ. ഇതാണ് വാസ്തവം. അല്ലെങ്കിൽ ഇംപ്രിൻ്റ് ആവില്ല. നമ്മളിപ്പോ ആഗ്രഹമുണ്ട്, പക്ഷെ അത് ഒറിജിനൽ ആഗ്രഹമല്ല, അത് മനസ്സിലില്ല. മനസ്സിലുണ്ട്, കോൺഷ്യസ് മൈൻഡിലുണ്ട്, സബ് കോൺഷ്യസ് മൈൻഡിലില്ല, ഉപബോധ മനസ്സിലില്ല. ഉപബോധ മനസ്സിന് തത്തുല്യമായിട്ടാണ് യൂണിവേഴ്സ് ചലിക്കുന്നത്. അപ്പോൾ ഉപബോധ മനസ്സിലേക്ക് ഇതിനെ ഇംപ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ ഫ്രീക്വൻസി കുറഞ്ഞേ മതിയാവുള്ളൂ. ചിലരെന്തോ ഭാഗ്യം കൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ്റെ കോഴ്സൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ മാത്രം കൊണ്ടൊന്നും നടക്കില്ല കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറയാം. അതൊക്കെ നമ്മളൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. എൻ്റെ ഒരു ബുക്കുണ്ട്, യൂണിവേഴ്സൽ മാനിഫെസ്റ്റേഷൻ സീക്രട്സ് എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. അതിൽ അനേകം യൂണിവേഴ്സൽ ലോസ് അഥവാ പ്രാപഞ്ചിക നിയമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അത്രയും പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് ഒരാൾ ജീവിച്ചാൽ മാത്രം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം എന്താണ്? ദ ലോ ഓഫ് എനർജി, ലോ ഓഫ് വൈബ്രേഷൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത്. ലോ ഓഫ് എനർജി, ലോ ഓഫ് വൈബ്രേഷൻ. അതെ. അതായത് അതിനെ ഞാൻ നിക്കോള ടെസ്ലയെ കോട്ട് ചെയ്യാം.
നിങ്ങൾക്ക് രഹസ്യങ്ങൾ അറിയണമെങ്കിൽ ഇഫ് യു വാണ്ട് ടു അൺലീഷ് ദി സീക്രറ്റ്സ് ഓഫ് ദി യൂണിവേഴ്സ് ലേൺ ഇൻ ടേംസ് ഓഫ് എനർജി ഫ്രീക്വൻസി വൈബ്രേഷൻ. എനർജി ഫ്രീക്വൻസി വൈബ്രേഷൻ. ഇപ്പോൾ രാഹുലിൻ്റെതായ ഒരു ഫ്രീക്വൻസി ഉണ്ടാവും, ബിനോയ് ജോൺ എന്ന വ്യക്തിക്ക് അത് അവരുടേതായ ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. അതുകൊണ്ടാണ് ചിലർ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ അനേകർ കാണുന്നത്. കാരണം അവരുടെ ഓറ, അവരുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വളരെ ലോവർ ലെവലിലും മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുന്ന ഒരു വല്ലാത്ത ഓറ അവർക്കുണ്ടാവും. ഇപ്പോൾ പ്രത്യേകിച്ച് നല്ല ആത്മാർത്ഥമായിട്ട് ഹീൽ ചെയ്യുന്ന ആൾക്കാർ, ഏഞ്ചൽസുമായിട്ട് ഇടപെടുന്ന ആൾക്കാർ, അവരുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സാധാരണ ആൾക്കാരുടെ ഫ്രീക്വൻസി അല്ല. അതുകൊണ്ടാണ് അവരിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുന്നത്. ഇപ്പോൾ തന്നെ നമ്മളിവിടെ വരുന്ന വീഡിയോസ് എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഒരേപോലെ വ്യൂ കിട്ടാത്തത്? സബ്ജക്റ്റിൻ്റെ പ്രാധാന്യം കൊണ്ട് ഒന്നുമല്ല, ഒരു വ്യക്തിയുടെ പ്രഭാവമാണത്. അതെ, തീർച്ചയായിട്ടും. കാരണം റേക്കി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട്. ഇവരുടെ എല്ലാം ഉപയോഗം ഒന്ന് തന്നെയാണ്, ഇവരുടെ എല്ലാം എനർജി അത്രത്തോളം ശക്തി ഉള്ളത് തന്നെയാണ്. പിന്നെ അവരുടെ ഉപാസനയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസിനനുസരിച്ച് അത് മാറി മാറി വരും. അതെ അതെ. പക്ഷേ ചില നല്ല എക്സ്പീരിയൻസ് ഉള്ള നല്ല കഴിവുള്ള ആളുകൾ പലപ്പോഴും ചില വീഡിയോകൾ ചെയ്തു കഴിഞ്ഞാലും അത് പ്രേക്ഷകർ എടുക്കാത്തൊരു സ്ഥിതിയുണ്ട്. കാരണം നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസി നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നു, തൊട്ടടുത്തൊരാൾ വന്നിട്ടിരിക്കുകയാണ്, അയാളുടെ ഫ്രീക്വൻസി നമുക്ക് യോജിച്ചല്ലെങ്കിൽ നമുക്കൊരു എന്തോ പോലെ തോന്നും, ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ മതിയായിരുന്നു. അയാളൊന്നും സംസാരിച്ചിട്ടില്ല, ഒന്നും നോക്കിയിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ അതൊരു നരേഷന്റെ വിഷയമാണോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നരേഷന്റെ വിഷയമാണോ? കാരണം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ സംസാരിക്കുക എന്ന് പറയുന്ന ഒരു സ്പീക്കിംഗ് സ്കില്ലാണ്. അപ്പൊ അതിന്റെ കുറവ് കൊണ്ട് ആയിക്കൂടെ ചിലപ്പോൾ അത് സംഭവിക്കുന്നത്? അല്ല, അയാളുടെ ഫ്രീക്വൻസിയാണത്. അയാൾക്കൊരു ആവൃത്തിയുണ്ട്. ആ ആവൃത്തി നമുക്ക് യോജിച്ചതല്ലെങ്കിൽ നമുക്കൊരു റിപ്പൽഷൻ ഫീൽ ചെയ്യും. അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ചതുർത്ഥി തോന്നും, അയ്യോ ഇയാളുടെ അടുത്ത് നിൽക്കാൻ തോന്നുന്നില്ല എന്നൊരു തോന്നലിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളും അയാളും തമ്മിലുള്ള ഫ്രീക്വൻസി നേരെ ഓപ്പോസിറ്റ് ആണെന്നാണ് അർത്ഥം. ഇത് മാഗ്നറ്റിക് ലോ അല്ല, ഇത് എനർജി ഓഫ് ദി യൂണിവേഴ്സ് ആണ്. എനർജി ഓഫ് ദി യൂണിവേഴ്സ് എന്ന് പറയും. പ്രപഞ്ചത്തിന്റെ ഒരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപോലെ ഉള്ളതിനെ ആകർഷിക്കും. ഇപ്പം ഞാൻ സംസാരിക്കുന്ന വിഷയങ്ങൾ ചോദിക്കാനും പറയാനും ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ ഒരിക്കലും രാഹുൽ എന്നെ ഇന്റർവ്യൂ ചെയ്യില്ല. ഈ ഇന്റർവ്യൂ കണ്ടിന്യൂ ചെയ്ത് പോലെ ഒരു ഫ്ലോ ഉണ്ടാവില്ല. കാരണം സിമിലർ ഇൻട്രസ്റ്റും ഇത്തരം കാര്യങ്ങളിൽ കൗതുകം ഉള്ള ഒരാളായതുകൊണ്ടുള്ള ഫ്രീക്വൻസി ഉള്ളതുകൊണ്ടാണ്, എവിടെയോ ഒരു ഫ്രീക്വൻസി മാച്ച് ഉള്ളതുകൊണ്ടാണ് നമ്മൾ തമ്മിൽ ചെയ്യുന്ന വീഡിയോസ് സക്സസ്ഫുൾ ആവും. മനസ്സിലായോ? രണ്ടുപേരുടെയും ഊർജ്ജം അവിടെ പ്രാധാന്യമുണ്ട്, ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന വ്യക്തിയുടെയും ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തിയുടെയും. അപ്പൊ ഇവിടെ നമ്മളെ കാണുന്ന ആളുകളുടെ ഫ്രീക്വൻസി എക്സാക്ട്ലി കറക്റ്റ്, ശരിയാണ്. അതേ ഫ്രീക്വൻസിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ എടുത്ത് നോക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാവരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേനില്ലേ, കണ്ടേനില്ലേ എല്ലാ വീഡിയോസും? അതെന്തുകൊണ്ടില്ല? ഇപ്പൊ നമ്മൾ കത്തനാരൊരു വീഡിയോ ചെയ്തു, അതേ സിമിലർ രീതിയിൽ ചിന്തിച്ച ഒരുപാട് പേര്, ലക്ഷക്കണക്കിന് ആൾക്കാർ അത് കണ്ടു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അനേകം ആൾക്കാർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർ ഈ ലോകത്ത് സിമിലർ രീതിയിൽ ചിന്തിക്കുന്ന ഫ്രീക്വൻസിയിലുള്ള ആളുകളാണ് അത് വന്ന് കണ്ടവരെല്ലാം. എതിർത്തവരും ഉണ്ടാവും, പക്ഷെ അനുഭവം വരുമ്പോഴാണ് പഠിക്കുക. അപ്പോൾ ഇവിടെ മാനിഫെസ്റ്റേഷൻ്റെ ലോസ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ലോയ്ക്ക് തത്തുല്യമായിട്ട് നമ്മൾ പെരുമാറിയെങ്കിൽ മാത്രമേ നമ്മിലേക്ക് ഇത് വരികയുള്ളൂ. ഈ ഫ്രീക്വൻസിയെ പറ്റി നമ്മൾ പറഞ്ഞു, ഈ വൈബ്രേഷൻ എങ്ങനെയാണ്? അതായത് വൈബ്രേഷൻ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡീസൽ എൻജിൻ വെറുതെ ഇരിക്കുകയാണ്, അത് വല്ല വൈബ്രേഷനും അറിയുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഇഗ്നീഷൻ കൊടുത്തു, അവിടെ എന്താണ് സംഭവിച്ചത്? ഡീസൽ കത്തി, അവിടെ സ്പാർക്ക് ഉണ്ടായി, ഡീസൽ കത്തി, അതിൻ്റെ ഊർജം കൊണ്ട് എൻജിൻ ചലിക്കാൻ തുടങ്ങി, അവിടെ വൈബ്രേഷൻ ഉണ്ടാവും, ചലനം ഉണ്ടാവും. അതാണ് വൈബ്രേഷൻ. എനർജി ഒരു ഫ്രീക്വൻസി ക്രിയേറ്റ് ചെയ്യും, ആ ഫ്രീക്വൻസി ഇതിനെ ചലിപ്പിക്കാൻ തുടങ്ങും. ഇത് തന്നെയാണ് മനസ്സും ചെയ്യുന്നത്. മനസ്സിൻ്റെ തത്വങ്ങൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ സയൻറ്റിഫിക്കായിട്ട് ഞാൻ പറയാം, നമ്മളെ മനസ്സിനെ EEG എന്ന് പറയുന്ന ഒരു മെഷീനുണ്ട്, ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്ന് പറയുന്ന ഒരു മെഷീനുണ്ട്. ഇപ്പോൾ നുണ പരിശോധന ടെസ്റ്റിങ്ങിലൊക്കെ അതാണ്. ഒരു ഡയോഡ് നമ്മുടെ ബ്രെയിനിൻ്റെ ലോബ്സിലെല്ലാം വെച്ചിട്ട് അവർ അത് മോണിറ്റർ ചെയ്യും. ഒരു കമ്പ്യൂട്ടറിൽ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. മോണിറ്റർ ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ ഒരു തരംഗം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ചിന്തകൾ തരംഗങ്ങളായിട്ട് യൂണിവേഴ്സിൽ പോകണമെങ്കിൽ യൂണിവേഴ്സിന്റെ ലോയ്ക്ക് അനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാലല്ലേ അവിടെ എത്തുള്ളൂ. യൂണിവേഴ്സിന് അതിൻ്റെതായ ലോ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇന്നിപ്പോൾ രാത്രിയാണെങ്കിൽ എന്താണ്, ഭൂമി തിരിഞ്ഞു, സൂര്യൻ ഇല്ലാത്തൊരു ഭാഗത്തേക്ക് എത്തി. ഇപ്പോൾ അമേരിക്കയിലോ പകലാണ്. അപ്പോൾ യൂണിവേഴ്സൽ ലോയെ നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പം നമ്മൾക്ക് ഇവിടെ പകലാക്കാൻ പറ്റുമോ? നമ്മൾ എത്ര തലകുത്തി മറിഞ്ഞാലും ഇല്ല. നമ്മൾക്ക് മാറ്റപ്പെടാൻ പറ്റാത്ത നിയമങ്ങളെയാണ് പ്രാപഞ്ചിക നിയമങ്ങൾ എന്ന് പറയുന്നത്. ഈ നിയമങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ വളരെ ഈസിയായി. പക്ഷേ ആ ലെവലിൽ പോകണമെങ്കിൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഫ്രീക്വൻസി യൂണിവേഴ്സിൻ്റെ തലത്തിലേക്ക് ആക്കണം. അതിനുള്ള കുറച്ച് എളുപ്പമാർഗ്ഗങ്ങളെന്ന് പറഞ്ഞാൽ, എളുപ്പമാർഗ്ഗം എന്ന് പറയുമ്പോൾ പറയാം, ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിലുള്ള മെഡിറ്റേഷനുകൾ നമ്മൾ
സ്വായത്തമാക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക. മെഡിറ്റേഷൻ നടത്തുമ്പോൾ ബ്രെയിനിൻ്റെ ഫ്രീക്വൻസി ആൽഫ ലെവലിലേക്കൊക്കെ കുറയ്ക്കാൻ സാധിക്കും ഒരുവിധമുള്ള മനുഷ്യർക്കൊക്കെ, ഒരു നോർമൽ ബുദ്ധിയുള്ള മനുഷ്യർക്കൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ആൽഫ ലെവലിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന അഫർമേഷൻ പെട്ടെന്ന് യൂണിവേഴ്സിന് അറിയാൻ പറ്റും. കാരണം യൂണിവേഴ്സുമായിട്ട് താതാത്മ്യം പ്രാപിക്കുകയാണ്. സിങ്ക്രണോസിറ്റി എന്നൊക്കെ വേണമെങ്കിൽ ദീപക് ചോപ്രയുടെയൊക്കെ ബുക്കിൽ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ സിങ്ക്രണോസിറ്റി എന്ന് പറയും. അതായത് നമ്മൾ ചിലരുടെ അനുഭവം കണ്ടിട്ടില്ലേ, തേടിയത് വള്ളി കാലിൽ ചുറ്റുക എന്ന അവസ്ഥ. അതായത് നമ്മൾ ജസ്റ്റ് വിചാരിച്ചിട്ടുള്ളൂ, അത് നമ്മളെ തേടി വരികയാണ്. ഈ അവസ്ഥയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് നടക്കാത്തത് കൊണ്ടാണ്, അവർ വിശ്വസിക്കാത്തത് കൊണ്ടാണ്. പക്ഷെ അവരുടെ ജീവിതത്തിലും ചില സമയങ്ങൾ സംഭവിക്കുന്നുണ്ട്, അറിയുന്നില്ല എന്നേ ഉള്ളൂ. അതെ അതെ അതെ. എങ്ങനെ ചിലർക്ക് ലോട്ടറി അടിക്കുന്നത്, ദരിദ്രനായിട്ടൊരാൾക്ക് ലോട്ടറി അടിക്കുന്നു, പക്ഷെ നിലനിർത്താനുള്ള ഫ്രീക്വൻസി ഉണ്ടെങ്കിലേ അത് നിലനിൽക്കുള്ളൂ. അത് വേറെ കാര്യം. കാരണം മണിയുടെ ഫ്രീക്വൻസി അവന് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ ഒരു ലക്ക് ഫാക്ടർ അവിടെ കിടക്കുന്നുണ്ട്. ആ ലക്ക് ഫാക്ടർ കൊണ്ടാണ് ലോട്ടറി അടിക്കുന്നത്. അപ്പോൾ ഇവിടെ മാനിഫെസ്റ്റേഷൻ്റെ നിയമം എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ നിയമവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ഇപ്പോൾ സിൽവ മൈൻഡ് കൺട്രോൾ മെത്തേഡിൽ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ആൽഫ ഫ്രീക്വൻസി വേവ് വെച്ചിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അതിൽ നമ്മൾ ബ്രെയിനിൻ്റെ വേവ്സ് താഴ്ന്ന ഒരു 7 to 14 സൈക്കിൾ പെർ സെക്കൻഡ് വരെ അതിലിരുന്നിട്ട് അഫർമേഷൻ കൊടുക്കണം. അല്ലാതെ നമ്മൾ ബോധ മനസ്സിലിരുന്ന് അഫർമേഷൻ കൊടുത്താൽ കുടം കമഴ്ത്തിയിട്ട് വെള്ളം ഒഴിക്കുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് നിലവിലുള്ള ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന ക്ലാസ്സുകൾ അത് അറ്റൻഡ് ചെയ്താൽ അപ്രാപ്യരായി മാറുകയാണ് ആൾക്കാർ, വഞ്ചിക്കപ്പെടുകയാണ്. ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് മാത്രമല്ല നടക്കില്ലല്ലോ. ലോ ഓഫ് അട്രാക്ഷൻ ഈസ് വൺ അമംഗ് ദി യൂണിവേഴ്സൽ ലോ. യൂണിവേഴ്സൽ ലോകളിൽ ഒന്ന് മാത്രമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലോ ഓഫ് വൈബ്രേഷനോടെ പോയി, ലോ ഓഫ് ഫ്രീക്വൻസിയോടെ പോയി, ലോ ഓഫ് എനർജിയോടെ പോയി. ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ്, എൻ്റെ ബുക്കിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ബുക്ക് ഞാൻ പരിചയപ്പെടുത്താം. ആ ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്താൽ ഇത് സാധിക്കുമെന്ന്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ സാധിച്ചതാണ്. 2019 വട്ടപൂജ്യത്തിലെത്തിയ ഞാൻ ഇന്ന് ഇപ്പോൾ ലക്ഷങ്ങൾ എൻ്റെ ബാങ്കിലുണ്ടെങ്കിൽ ഞാനത് അട്രാക്ട് ചെയ്തെടുത്ത് തന്നെയാണ്. ഒരാളും എന്നെ സഹായിച്ചിട്ടില്ല. പക്ഷേ പല രീതിയിൽ ചില മീഡിയാസിൽ ഞാൻ കൊടുത്ത ഇൻ്റർവ്യൂസ്, ഞാൻ ചെയ്ത ചില വർക്കുകൾ, ഫേസ്ബുക്ക് മാർക്കറ്റിംഗ്, ഇതൊക്കെ വർക്കൗട്ടായി. പക്ഷേ ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് നടത്തിക്കൊണ്ട് മാത്രം നമ്മൾ വിജയിക്കണമെന്നില്ല. നമ്മളൊരു വെബിനാർ നടത്തുമ്പോൾ നമ്മളുടെ എനർജിയും ഫ്രീക്വൻസിയിലേക്കും അട്രാക്ട് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ നമ്മളിൽ ജോയിൻ ചെയ്യുള്ളൂ. അല്ലാത്തവർ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യില്ല. അപ്പം അതുകൊണ്ട് തന്നെ 4 സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ ഇത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. കാരണം സാധാരണ മനുഷ്യർക്ക് മനസ്സിൻ്റെ നെഗറ്റിവിറ്റി ആദ്യം കളയുക, ഒരു 21 ദിവസം. ഓക്കെ, ആകെ 84 ദിവസമാണ്. അടുത്ത 21 ദിവസം എന്ന് പറയുന്നത് നമ്മൾ പോസിറ്റിവിറ്റി അതിലേക്ക് ഇൻസ്റ്റോൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത 21 ദിവസം എന്ന് പറയുന്നത് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനെ ബൂസ്റ്റ് ചെയ്യുന്ന സമയമാണ്. 4-മത്തത് ഹൗ ടു റിസീവ്, ഏത് രീതിയിലാണ് നമ്മൾ റിസെപ്റ്റിവിറ്റി കൂട്ടേണ്ടത്. ഈ 4 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് നമ്മിലേക്ക് വരാൻ തുടങ്ങും. കാരണം എന്താണ്, എനർജി, ഫ്രീക്വൻസി, വൈബ്രേഷൻ. മണി എന്ന് പറയുന്നത് ഒരു ഖരവസ്തുവല്ല. സൂക്ഷ്മതലത്തിൽ നോക്കിയാൽ സ്പന്ദിക്കുന്ന തന്മാത്രകളെ ചലിപ്പിക്കുന്ന ശക്തി ഏതാണ്, എനർജി. അതും യൂണിവേഴ്സുമായിട്ട് ബന്ധമുള്ളതാണ്. അപ്പോൾ ഈ എനർജി നമ്മിലേക്ക് ആകർഷിച്ചു കഴിഞ്ഞാൽ പണം നമ്മിലേക്ക് വരില്ലേ. ദിസ് ഈസ് ദ സയൻസ് ബിഹൈൻഡ് ദിസ്. ഈ ചില ആളുകൾ എണ്ണീക്കുമ്പോൾ തന്നെ അതായത് ഫോണിൻ്റെ ഡിസ്പ്ലേയിലുള്ളത് ഈ പണത്തിൻ്റെ നോട്ടിൻ്റെ ഇതായിരിക്കും. അതെന്തുകൊണ്ടാണ്? അതൊരു മണി മാനിഫെസ്റ്റേഷൻ ട്രിക്കാണോ? അതെ, ഒരു ട്രിക്കായിട്ട് ഉപയോഗിക്കാം. കാരണം നമ്മൾ കണ്ണ് കണ്ടത്, കാത് കേട്ടത്, മനസ്സ് അനുഭവിച്ചറിഞ്ഞത്, ഇതാണ് നമ്മൾ ലൈഫിൽ വരിക. അതാണ് നമ്മൾ അട്രാക്ട് ചെയ്യുക. യു അട്രാക്ട് വാട്ട് യു ആർ. നിങ്ങളെന്താണോ അതാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. നമ്മൾ ആരെയും കുറ്റം പറയണ്ട. ഇന്നിപ്പോൾ നമ്മളൊരു കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ പ്രേമിച്ചു, അവൾ നമ്മൾ ഡിച്ച് ചെയ്ത് പോയി, തേച്ചിട്ട് പോയി, ഇപ്പോഴത്തെ പിള്ളേരെ ഭാഷയിൽ പറഞ്ഞാൽ, എങ്കിൽ അതിന് നമ്മൾ അർഹനാണ്. നമ്മൾ അട്രാക്ട് ചെയ്ത് അങ്ങനെ ഒരു വ്യക്തിയാണ്. നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടില്ല, എൻ്റെ കൂടെ എന്ത് കയറ്റത്തിലും ഇറക്കത്തിലും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഭാര്യ, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കാമുകി. അങ്ങനത്തെ ഒരു കാമുകി അല്ല നമ്മൾ അട്രാക്ട് ചെയ്തത്. നമ്മളൊരു ഇൻഫാക്ച്വേഷൻ്റെ പുറത്ത് അവളുടെ സൗന്ദര്യം കണ്ടു, അല്ലെങ്കിൽ അവളുടെ ഒരു സ്വഭാവം കണ്ടു, അട്രാക്ട് ചെയ്തു, അവൾ ഇട്ടേച്ചു പോയി. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന ജോലിയും, നമ്മൾ ഇന്ന് കിട്ടുന്ന, നമ്മൾ ധരിച്ചിരിക്കുന്ന ഷർട്ട്, ഇതെല്ലാം നമ്മൾ അട്രാക്ട് ചെയ്ത. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഇന്നർ വെയറിൻ്റെ പരസ്യം ഒരു ഹോർഡിങ്ങിൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കുക. ഒരു യാത്ര പോവുകയാണ് ബസ്സിൽ, 6 മാസങ്ങൾക്ക് ശേഷം, അപ്പോൾ ഫോർ എക്സാമ്പിൾ ജോക്കിയാണ് കണ്ടതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വാനുസൈനാണ് കണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ വളരെ നല്ല രീതിയിൽ ഡെപ്പിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 6 മാസം കഴിഞ്ഞ് നമ്മൾ ടെക്സ്റ്റൈൽസിൽ ചെന്ന് കയറുമ്പോൾ ആദ്യം നമ്മുടെ കണ്ണു കൊടുക്കുന്നത് എവിടെയായിരിക്കും? ജോക്കിയിലും വാനുസൈനിലും ആയിരിക്കും. അതിലേതാണെന്ന് വിചാരിച്ചാൽ നമ്മളത് സെലക്ട് ചെയ്തു, അപ്പോൾ തന്നെ പോകുന്നു, കാശും കൊടുത്തു. അതുകൊണ്ടാണ് ഈ പരസ്യങ്ങൾ, ഈ ഹോർഡിങ്സ് ഒക്കെ ചുറ്റും നമ്മളുടെ സൈക്കോളജി അറിഞ്ഞ ആളുകളാണ് ഈ അഡ്വർടൈസ്മെന്റ് ഇറക്കുന്നത്. അതൊരു മാനിഫെസ്റ്റേഷൻ ട്രിക്കാണ്. അതെ. പിന്നെ അതുപോലെ തന്നെ പ്രൈം ടൈമിൽ പരസ്യം കൊടുക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ കാണുന്നില്ലേ, അപ്പോൾ കാണുന്ന ആൾക്കാരുടെ ഏജ് നോക്കും. ആ ഏജിലുള്ള ആൾക്കാരുടെ പരസ്യമാണ് അവിടെ കൊടുക്കുക. അപ്പോൾ അപ്പോൾ ഗുണം എന്താണ്? ആ ഏജിലുള്ള ആൾക്കാർ കാണുമ്പോൾ ഈ സംഗതി, ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള ചാൻസ് കൂടുതലാണ്.
ഇപ്പോൾ കറിപ്പൊടികളുടെ പരസ്യം എപ്പോഴാണ് കൂടുതൽ കാണുന്നത്? സന്ധ്യാസമയത്ത് സ്ത്രീജനങ്ങൾ കണ്ടിരിക്കുന്ന സീരിയലിന്റെ കൂടെയാണ് ഈ പരസ്യം കാണിക്കുന്നത്. അതിന്റെ പിന്നിലൊക്കെ ശാസ്ത്രമുണ്ട്. പിന്നെ സുന്ദരിയായ യുവതി, സൗന്ദര്യം എല്ലാവരെയും അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ലേ. സുന്ദരിയായ യുവതികളല്ലേ പട്ടുസാരിയൊക്കെ കൊടുത്തിട്ട് ചുറ്റിയിട്ട് 2 ചുറ്റി ക്യാമറയിൽ നല്ല ഭംഗിയായിട്ട് പ്രദർശിപ്പിക്കുമ്പോൾ ഇന്ന ജ്വല്ലേഴ്സിൽ നമുക്ക് പോവാം, അല്ലെങ്കിൽ ഇന്ന ടെക്സ്റ്റൈൽസിൽ നമുക്ക് പോവാം എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ, ഇന്ന് വരെ നമ്മൾ കണ്ടത്, നമ്മൾ കേട്ടത്, നമ്മളുടെ മസ്തിഷ്കം കൊണ്ട് ഗ്രഹിച്ചറിഞ്ഞത്, ഇതിന്റെ ആകെ തുകയാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഈ നമ്മൾ സാർ ആദ്യമേ തന്നെ പറഞ്ഞു ഫ്രീക്വൻസിയിൽ നമ്മളെ പുറത്തേക്ക് വിടുന്ന തരംഗങ്ങളാണ്. ഈ തരംഗങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫ്രീക്വൻസി അല്ലാത്തത് കൊണ്ടാണ് പൈസ വരാത്തത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഈ ലോകൾ പഠിച്ചു വെച്ചുകൊണ്ട് നമുക്ക് ഗുണമൊന്നുമില്ലല്ലോ, കാര്യമില്ല. അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണം? കാരണം നമ്മൾ ഇതുവരെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആകെ തുക, ഇന്നിപ്പോൾ ഇരിക്കുന്ന രാഹുൽ, ഇന്നിപ്പോൾ ഇരിക്കുന്ന ബിനോജ് ജോൺ എന്ന് പറയുന്ന ആകെ തുക, ഇതിന്റെ എല്ലാത്തിന്റെ ആകെ തുകയാന്ന് പറഞ്ഞില്ലേ. ഇതിൽ പല മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, രാഹുൽ ഒരു കൊച്ചുകുട്ടിയായിട്ടിരിക്കുമ്പോൾ, 5 വയസ്സുള്ള ഒരു കുട്ടിയായിട്ടിരിക്കുമ്പോൾ അച്ഛൻ കൈക്ക് പിടിച്ച് നടത്തിക്കൊണ്ടുവന്നു, അല്ലെങ്കിൽ അപ്പൂപ്പൻ കൈക്ക് പിടിച്ച് നടത്തിക്കൊണ്ടുവന്നു. അപ്പോൾ ഒരു ജാഗ്വാർ കാറ് കാണുന്നു, BMW കാർ കാണുന്നു, അതുപോലെ തന്നെ ഓഡി കാറ് കാണുന്നു. നമ്മൾ വീട്ടിൽ കാറില്ല എന്ന് വിചാരിക്കുക. ഈ കുട്ടി അപ്പൂപ്പനോട് പറയുകയാണ്, അപ്പൂപ്പ നമുക്ക് ഇതുപോലൊരു കാർ എടുത്തുകൂടെ, ജാഗ്വാർ അതുപോലെ BMW ഒക്കെ. അപ്പം അപ്പൂപ്പൻ പറയാണ്, തലയ്ക്കൊരൊറ്റടി കൊടുക്കുകയാണ്, എടാ ഇതൊക്കെ പൈസക്കാർക്ക് പറഞ്ഞിട്ടുള്ള, പണക്കാർക്ക് പറഞ്ഞിട്ടുള്ള, നമുക്കിതിനുള്ള യോഗമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് കുത്തിവെക്കുന്നത് അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ്. കാരണം അവൻ ഇരിക്കുന്ന ലെവൽ ഏതാ? അവനിരിക്കുന്നത് ഡെൽറ്റ ആൽഫ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കിട്ടിയ അഫർമേഷൻ മൊത്തം. പണം മരത്തിൽ കായ്ക്കില്ല, നന്നായി ബുദ്ധിമുട്ടിയാൽ മാത്രമേ പണം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ സ്മാർട്ട് മണി ഉണ്ടാക്കാൻ ഈ കുട്ടി ഒരിക്കലും തയ്യാറാവില്ല. അപ്പോൾ ചെറിയ പ്രായത്തിലെ നമ്മൾ ഇത് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, തീർച്ചയായിട്ടും ആ ഉത്തരവാദിത്വം ഉണ്ട്. ആ പ്രായത്തിൽ ഇത്തരത്തിലുള്ള അഫർമേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ വലുതാകുമ്പോൾ തീർച്ചയായിട്ടും അത്തരം അഫർമേഷൻ കൊടുക്കേണ്ടത് അവർ ഈ ഡെൽറ്റ ലെവലിലും അൽഫ ലെവലിലും ഒക്കെ ഇരിക്കുന്ന ഒരു 10 വയസ്സ് 12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ്. 14 വയസ്സ് വരെയുള്ള കൗമാര കാലഘട്ടത്തിൽ വരെ അവൻ്റെ അച്ഛൻ എന്ത് ചെയ്യുന്നത് കണ്ടു, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നത് കണ്ടു, യൂട്യൂബിലൂടെ എന്ത് കണ്ടു. ഇപ്പം എൻ്റെ മകനോട് ഞാൻ സംസാരിച്ചപ്പോൾ അവൻ പറയുന്നത്, എന്തിനാ പഠിക്കുന്നത്, നല്ലൊരു യൂട്യൂബർ ആയി കഴിഞ്ഞാൽ മാസം 6 ലക്ഷം രൂപ 8 ലക്ഷം രൂപ 10 ലക്ഷം രൂപ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ശരിയല്ലേ അവൻ പറഞ്ഞു. അപ്പോൾ പഠനം അത്യാവശ്യമാണോ ഇപ്പോഴത്തെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം? അവൻ ആ യൂട്യൂബിൽ അവന് കാണുന്ന ഗെയിമർ കാശുണ്ടാക്കുന്ന അവൻ കാണുന്നുണ്ട്. അപ്പോൾ മാർഗങ്ങൾ പലതുണ്ട്. സാർ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ ബുക്കിനെ പറ്റി, കാരണം സാറ് ആദ്യമേ തന്നെ പറഞ്ഞ ആ ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അതൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? തീർച്ചയായിട്ടും. ഇത് യൂണിവേഴ്സൽ മാനിഫെസ്റ്റേഷൻ സീക്രട്സ് എന്ന് പറയുന്ന ഒരു ബുക്കാണ്. ഈ ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 1500-ലധികം ബുക്കുകൾ റെഫർ ചെയ്തു. 1500-ലധികം ബുക്കുകൾ 2008 മുതലാണ് ഞാൻ ഇതിൻ്റെ റിസർച്ച് ആരംഭിച്ചത്. പഠനം അതിനു മുമ്പേ തുടങ്ങി, 1999 തുടങ്ങി. പക്ഷേ ഇത് എനിക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിച്ചത് 2014 ഓക്കെ. 2014 ഇത് പെഗാസസ് പബ്ലിഷേഴ്സ് പബ്ലിഷ് ചെയ്യാം എന്നുള്ളൊരു വാക്ക് തന്നു, ഇമെയിൽ വന്നു. ഞാനിത്, പക്ഷെ അന്ന് ഞാൻ HR മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന തിരക്കുള്ള സമയത്തുകൊണ്ട് എനിക്കിത് രാത്രി ഇത് ടൈപ്പ് ചെയ്ത് തീർക്കാൻ പറ്റിയില്ല. അവർ ഏപ്രിലിൽ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ മെയിൽ സബ്മിറ്റ് ചെയ്തപ്പോൾ അവർ റിജക്റ്റ് ചെയ്തു. കാരണം അവർ UK കാരാണ്, അവരൊക്കെ സമയത്തിനും ഇതിനൊക്കെ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അന്ന് ഞാൻ ഈ ബുക്ക് വേണ്ട എന്ന് വെച്ച് മാറ്റി വെച്ചു. ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിരുന്നു ഇതിൻ്റെ കവറൊക്കെ, ഞാനത് വിഷൻ ബോർഡിൽ വെച്ചിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ഡെസ്പായി, ഇത് നടക്കില്ലല്ലോ, എന്ത് പറ്റി ഇങ്ങനെ. പക്ഷേ എൻ്റെ മനസ്സിൽ ഇതൊരു ബെസ്റ്റ് സെല്ലർ ആവണം എന്നുള്ള വലിയ മോഹം ഉണ്ടായിരുന്നു. അങ്ങനെ അതിന് കാത്തിരിക്കേണ്ട വന്നു. കോവിഡ് ടൈമും കഴിഞ്ഞ് 2022 വന്നപ്പോൾ വീണ്ടും 2 ചാപ്റ്റേഴ്സ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് എനിക്ക് നല്ല പബ്ലിഷേഴ്സിനെ കിട്ടി. ഇത് ആമസോണിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ ഒരു DC ബുക്സിലോ ഏതെങ്കിലും ഒരു ഗ്രന്ഥശാലയിലോ മാത്രം ഒതുങ്ങാതെ വേൾഡിലുള്ള ആർക്കും ഇത് കിൻഡിൽ രൂപത്തിലും അവൈലബിൾ ആണ് ആമസോണിൽ. ഇന്നിപ്പോൾ ഈ പരുവത്തിലും ഇത് അവൈലബിൾ ആണ്, ഫിസിക്കൽ ബുക്ക്. അപ്പോൾ ഇത് 2022 ജൂലൈയിൽ ലാസ്റ്റിലാണ് പബ്ലിഷ് ചെയ്യാനായിട്ട് യോഗം കിട്ടിയത്. ആ പബ്ലിഷ് ചെയ്ത് അതിന് ശേഷം നിങ്ങൾക്ക് കാണാം ഇതിൽ നമ്പർ 1 ബെസ്റ്റ് സെല്ലറായി മാറ്റാനായിട്ട് സാധിക്കും. ഇതായിരുന്നു ഞാൻ മാനിഫെസ്റ്റ് ചെയ്തത്. അന്നൊരു പക്ഷേ പെഗാസസ് പബ്ലിഷേഴ്സ് അത് പബ്ലിഷ് ചെയ്തെങ്കിൽ എനിക്കൊരു ഓതർ എന്നുള്ള പേര് കിട്ടിയാനേ, പക്ഷേ ബെസ്റ്റ് സെല്ലിംഗ് ബുക്കാവില്ലായിരുന്നു. അപ്പോൾ ഇത് നമ്മൾക്ക് ബെസ്റ്റാണ് യൂണിവേഴ്സ് വിധിച്ചിരിക്കുന്നതെങ്കിൽ കുറച്ച് വൈകിയാണെങ്കിലും ഞാൻ ഒരു സംശയം ചോദിക്കാം. കാരണം കേരളത്തിൽ ഒരുപാട് കോഴ്സുകളുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് കോഴ്സുകളുണ്ട്, ലോകത്ത് തന്നെ മണി മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോഴ്സുകളുണ്ട്. ഓക്കെ. അപ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഒരുപാടുണ്ട്. ഈ പുസ്തകം വാങ്ങിക്കേണ്ട അല്ലെങ്കിൽ സാറിൻ്റെ കോഴ്സ് വാങ്ങിക്കേണ്ട കാര്യം എന്താണ്?
പ്രേക്ഷകർ? എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ പ്രാക്ടിക്കലായിട്ട് എൻ്റെ ലൈഫിൽ മാനിഫെസ്റ്റേഷൻ കോഴ്സുകൾ ഡോക്ടർ ജോ ഡിസ്പെൻസ, അതുപോലെ തന്നെ മരീസ പിയർ, അതുപോലെ സ്റ്റീവ് ജി ജോൺസിൻ്റെ 55ഓളം കോഴ്സുകൾ അദ്ദേഹം ഇതിനകത്ത് റിവ്യൂ തന്നിട്ടുണ്ട്. ഈ ബുക്കിൻ്റെ ഫസ്റ്റ് റിവ്യൂ തന്നിട്ടുള്ളത് ഡോക്ടർ സ്റ്റീവ് ജി ജോൺസ് ആണ്. അദ്ദേഹം സൂപ്പർമാൻ പോലെയൊക്കെ സിനിമയിൽ അഭിനയിച്ച ആളുകളൊക്കെ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ഹിപ്നോതെറാപ്പിസ്റ്റാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അതുപോലും ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു. ആലോചിച്ച് നോക്കുക. ഈ ഒരു ഐഡിയ പറഞ്ഞു തന്നത് വേറൊരു ട്രെയിനറാണ് കോവിഡ് കാലത്ത്. അദ്ദേഹത്തിന് കിട്ടിയത് ഡാൻലോക്കിൻ്റെ ഒരു റിവ്യൂ ആണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് ആര് കിട്ടും, എനിക്ക് എവിടെ നിന്ന് കിട്ടും? അപ്പോൾ എൻ്റെ ഒരു ഗുരുവായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കോഴ്സ് ചെയ്തിട്ടുള്ളത് ഡോക്ടർ സ്റ്റീവ് ജി ജോൺസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഇത് കിട്ടി. എന്തുകൊണ്ട് ഈ മാനിഫെസ്റ്റേഷൻ കോഴ്സ് മറ്റുള്ള കോഴ്സിൽ നിന്ന് വ്യത്യസ്തത എന്ന് ചോദിച്ചാൽ, ഇവിടെ കോർ ലെവലിൽ നമ്മളുടെ നെഗറ്റീവായിട്ടുള്ള ഫാക്ടേഴ്സിനെ മൊത്തം കളഞ്ഞ് പിന്നീട് പോസിറ്റിവിറ്റി നിറച്ചുകൊണ്ട് പിന്നെ ലോ ഓഫ് അട്രാക്ഷനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് പിന്നീട് റിസെപ്റ്റിവിറ്റി കൂട്ടുന്ന 21 ദിവസമുള്ള 84 ദിവസത്തെ ഒരു പ്രോഗ്രാമാണിത്. സാധാരണക്കാരന് ഇത്രയെങ്കിലും ദിവസം ചെയ്യണം, അല്ലാതെ ഷോർട്ട് കട്ടിൽ പറ്റുന്ന ഒരു പരിപാടിയല്ലത്. കാരണം ഒരാൾ ഇപ്പോൾ ഈ കോഴ്സ് ചെയ്യുന്ന 55-ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ 45-ാമത്തെ വയസ്സിലോ 35-ാമത്തെ വയസ്സിലായിരിക്കും. അതുവരെ അവൻ്റെ മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന എല്ലാ കരടുകളെയും മാറ്റിയാലല്ലേ അടുത്തത്. അതായത് ഒരു സോഫ്റ്റ്വെയർ മൊത്തം വൈറസാണ് എങ്കിൽ അതിനെ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് പുതിയത് ഇൻസ്റ്റാൾ ചെയ്യണ്ടേ, അല്ലെങ്കിൽ ആൻറ്റി വൈറസ് എങ്കിലും കൊടുക്കണ്ടേ, എന്നാലല്ലേ അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുള്ളൂ. എന്ന പോലെ നമ്മളുടെ മനസ്സിൽ എന്ന സോഫ്റ്റ്വെയർ അതിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന വളരെ സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡാണിത്. ലോകത്തിലെ മുഴുവൻ കോഴ്സുകളും ഒറ്റ പുസ്തകത്തിലുണ്ട്. ഇതിന്റെ കണ്ടന്റ് രാഹുൽ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. അതിന്റെ കണ്ടന്റിൽ തന്നെ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇത് ആമസോണിലൊരു ഡോക്ടർ ഇതിനെ റിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞത് ദിസ് ഈസ് എ ബൈബിൾ ഓഫ് മാനിഫെസ്റ്റേഷൻ എന്നാണ്. ഐ റിയലി ലൈക്ഡ് ഇറ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ ദ സീക്രട്ട് എന്ന് പറയുന്ന ബുക്ക് ഇതൊക്കെ ഞാൻ വായിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൽ പറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എന്താണ്, അതിനും അപ്പുറം എന്താണ് എന്ന ചിന്ത ഉദിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ബുക്കിൻ്റെ ആശയം എനിക്ക് മനസ്സിൽ ഉദിച്ചത്. ഇത് പ്രേക്ഷകർക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് വാങ്ങിക്കാൻ കഴിയും? ആമസോണിലുണ്ട്. പിന്നെ പേഴ്സണലായിട്ട് എന്നെ കോൺടാക്ട് ചെയ്താൽ എൻ്റെ നമ്പർ ഉണ്ടാവും. ആ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അയച്ചു തരാൻ സാധിക്കും. പിന്നെ അതുകൂടാതെ എന്തുകൊണ്ട് ഈ കോഴ്സ് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി ഒന്നും ചെയ്തില്ലെങ്കിലും ഇതിൽ കാര്യങ്ങൾ നടക്കാനുള്ള വേറൊരു സംഭവം കൂടി ഇതിനകത്തുണ്ട്. ഞാൻ നേരത്തെ ബ്രെയിനിൻ്റെ ഫ്രീക്വൻസിയെക്കുറിച്ച് പറഞ്ഞു. ഈ 4 ലെവലിലും 4 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബ്രെയിൻ വേവ്സ് ഉണ്ട്. ഈ ബ്രെയിൻ വേവ്സ് മാത്രം കേട്ടുകൊണ്ടിരുന്നാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ താതാത്മ്യം പ്രാപിച്ച് ബ്രെയിൻ സിങ്ക്രോണസിറ്റി അത് സംഭവിക്കും. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഓട്ടോ പൈലറ്റ് ലെവലിൽ മാനിഫെസ്റ്റേഷൻ്റെ ഒരു മാഗ്നറ്റായി മാറും. കാരണം ഇതുപോലെ വൈബ്രേഷനും ഫ്രീക്വൻസിയും വെച്ചിട്ടുള്ള ബ്രെയിൻ ഫ്രീക്വൻസി മ്യൂസിക്കും ഇതുപോലെ വളരെ സയൻറ്റിഫിക് ആയിട്ടും ഈ കോഴ്സ് നടത്തുന്നവർ ഇനി വേറെ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊരു ഡെഡ്ലി കോമ്പിനേഷനാണ്. എന്താണെങ്കിലും പ്രേക്ഷകർക്ക് പുസ്തകം വാങ്ങിക്കണമെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. യൂണിവേഴ്സൽ മാനിഫെസ്റ്റേഷൻ സീക്രട്ട്, അതാണ് പുസ്തകത്തിൻ്റെ പേര്. എന്താണെങ്കിലും ഒരുപാട് സന്തോഷം. താങ്ക് യു.